നമ്മളൊരു പശുവിനെ ഒരു കുറ്റി അടിച്ച് ഒരു 10 മീറ്റർ നീളമുള്ള ഒരു കയറിൽ കെട്ടിയിട്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്ന പോലെയാണ്. അപ്പം നമുക്ക് ബോധമുണ്ട് ഈ പശു എത്രയൊക്കെ നടന്നു പോയാലും 10 മീറ്റർ ദൂരത്ത് പോയിട്ട് ഇത് കഴിക്കുള്ളൂ. 10 മീറ്ററിൻ്റെ അപ്പുറത്താണ് പാടങ്ങളും മറ്റും പച്ചക്കറിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ പശു ഇപ്പോൾ സേഫായ സ്ഥലത്തേ മേയുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പ് പിന്നെ ആ കയറ് ഈ പശുവിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുന്നുമില്ല, എന്നാൽ പശുവിന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. ഇതാണ് ഈ കയറിൻ്റെ വലിപ്പം വളരെയധികം കുറഞ്ഞാൽ 1 മീറ്ററൊക്കെ ആക്കി മാറ്റിയാൽ ഈ പശു കഴുത്ത് കുടുങ്ങി ചത്തുപോകും. ഈ പശുവിൻ്റെ കയറിൻ്റെ നീളം 1 കിലോമീറ്റർ ആക്കിയാലോ ഇത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുടുങ്ങിയിട്ട് തൂങ്ങി ചത്തിട്ടുണ്ടാവും. അപ്പോൾ അമിതമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതും ഒട്ടും സ്വാതന്ത്ര്യം അനുവദിക്കാതെ ഇരിക്കുന്നതും ട്രബിളാണ് മനസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക അളവിലേക്ക് പോയിക്കോളാൻ പറയുക മനസ്സിനോട്. പക്ഷേ ഒരു മൊമെൻ്റ് ഉണ്ട്, അപ്പോൾ നീ ബാക്ക് ടു നോർമലായിരിക്കണം എന്ത് സംഭവിച്ചാലും. അമ്മ മരിച്ച ദിവസവും നമ്മളത് ചെയ്യേണ്ടി വരും, കുട്ടി ജനിച്ച ദിവസവും നമ്മളത് ചെയ്യേണ്ടി വരും. ഇതാണ് സ്ഥിതപ്രജ്ഞാവസ്ഥ. ആ പ്രാക്ടീസിനോട് നോ വിട്ടുവീഴ്ച. ആ ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ആവശ്യം. ഈ റിച്വൽസ് മനുഷ്യന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ അറിയുന്നില്ല അത് എങ്ങനെ അവനെ സഹായിക്കുന്നു എന്നുള്ളത്. അതാ രസം. അത്രയും സൈലൻ്റായിട്ട് വർക്കൗട്ട് ആവുന്നൊരു സാധനമാണത് ഡെയിലി റിച്വൽസ്. വളരെയധികം ചിന്താധിഷ്ഠിതമായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുള്ള പ്രവൃത്തിയാണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മതി. റെഗുലറായിട്ട് ബാക്ക് ടു നോർമലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ദുഃഖിച്ചതിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട, സന്തോഷിച്ചതിനെ കുറിച്ചിട്ട് ഒരുപാട് അഭിമാനിക്കുകയും വേണ്ട. ബട്ട് ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും നോർമൽ എന്ന് പറയുന്നത് സന്തോഷിച്ചു പോകുന്നതുമല്ല സങ്കടപ്പെട്ടു പോകുന്നതുമല്ല, ഇത് രണ്ടും ഇല്ലാത്ത ന്യൂട്രൽ സ്റ്റേജാണ് നോർമൽ. ഒരു ദിവസം ബ്ലോക്കായി ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 1-2 ദിവസം എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ടിങ് ആ ഒരു ഇതാണോ വരാ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ, അതൊക്കെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കും. റിൻഷ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറില്ലേ? പനി പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീകരമായ അസുഖം വന്നിട്ട് കിടക്കണ ദിവസം ഭക്ഷണം കഴിക്കാൻ തോന്നാറില്ല. ട്രിപ്പിട്ട് കിടക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല 2-3 ദിവസം. അത് കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു നോർമലായി നമ്മൾ ഭക്ഷണം കഴിക്കൽ വീണ്ടും തുടങ്ങി. അന്ന് റിൻഷ ആദ്യം മുതൽ ഭക്ഷണം കഴിച്ച് തുടങ്ങുകയാണോ അത് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണോ? അത്രേ ഉള്ളൂ. ശരീരത്തിൻ്റെ ഒരവസ്ഥ വരുമ്പോൾ ശരീരത്തിൻ്റെ സ്ഥിരം പരിപാടികൾ സ്റ്റോപ്പ് ആവാറില്ലേ? ഇതുപോലെ മനസ്സിൻ്റെ ചില അവസ്ഥകൾ മാറി മറിയുമ്പോൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ സ്റ്റോപ്പ് ആവും. ഡോണ്ട് ബോതേഡ് അബൌട്ട് ഇറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചെപ്പോൾ നമ്മൾ നോർമലാവുന്നു അപ്പം മുതൽ അങ്ങോട്ട് തുടങ്ങുക. എന്നോ ഒരു ദിവസം നിന്നു പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നേ ഞാൻ തുടങ്ങാൻ തയ്യാറല്ല എന്ന് പറയുന്നത് വലിയ മണ്ടത്തരല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിന്ന് പോയാൽ നിൽക്കട്ടെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം, നമുക്ക് വീണ്ടും തുടങ്ങാമല്ലോ, തുടരാലോ.